It's me Marina Joby. Again, welcome back to Thoran Spices. Thoran Spices പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എഗ് ബുജിയുടെ റെസിപ്പിയാണ്. ആക്ച്വലി ഇതൊരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ ചോദിക്കും നമ്മുടെ അടുത്ത് മീഡിയം സ്പൈസി വേണം, നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ മുളകും ഗ്രീൻ ചില്ലിയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ മുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് സ്ട്രീറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 മീഡിയം സൈസ് സവോള ഞാനിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മീഡിയം സൈസ് തക്കാളിയും ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതേപോലെ വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂൺ മുളക് പൊടി വേണം. ഈ മുളക് പൊടിയുടെ അളവും പച്ചമുളകിൻ്റെ എണ്ണവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. നമ്മൾ പുറത്ത് പോയിട്ട് ഇത് കഴിക്കുമ്പോൾ അവർ ചോദിക്കും നമുക്ക് മീഡിയം സ്പൈസി വേണോ അതോ നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ റെഡിയാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യുക. പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടിക്കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതേപോലെ മുളക് പൊടിയുടെ അളവും കൂട്ടിക്കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി വേണം. അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അവർ പാവ് ഭാജി മസാലയാണ് ചേർക്കുക. നമുക്കിത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാനിവിടെ ഗരം മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പാവ് ഭാജി മസാല യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം. മല്ലിയില ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക. അതിൻ്റെ അകത്ത് അവർ നന്നായിട്ട് മല്ലിയില വിതറി തരും. പിന്നെ നമുക്ക് വേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണയും കറിവേപ്പിലയും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ നാടൻ ഡിഷല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറിവേപ്പില യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ കൊറിയാണ്ടർ ലീവ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എഗ് ബുർജി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ എഗ് ബുർജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാള നന്നായിട്ട് വഴന്ന് വരണം. പക്ഷേ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോള വഴലുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് റെഡിയാക്കി എടുക്കാം. എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് 4 മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ 4 മുട്ടയും ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം. അപ്പം നമ്മൾ ഓൾറെഡി മുട്ട ബീറ്റ് ചെയ്താൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാൻ. നമ്മൾ തക്കാളിക്കും സവാളയ്ക്കും ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇത്രയും മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിന് ലാസ്റ്റ് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് സൈഡിലോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇതേ ചിക്കി നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇപ്പോൾ നല്ല മുട്ടയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഈ പരിപാടി കഴിഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടണമെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കണം. അത് കുറച്ച് കൂടുതലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ചേർത്താലാണ് നമ്മുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് ബുർജി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നും കഴിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.